അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പ്രൈവറ്റൈസേഷൻ അല്ലേ, അതായത് ഇതിൻ്റെ സ്വകാര്യവൽക്കരണം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയിലാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് സ്വാഭാവികമായിട്ട് സ്വകാര്യവൽക്കരണം ഉണ്ടായ സമയത്ത് വുമൺ സ്റ്റഡീസിന് വളരെ വിശാലമായിട്ടുള്ള കോൺസിക്വൻസസ് പരിണിതഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് വുമൺ സ്റ്റഡീസ് ലഭിച്ചിരുന്ന ഫണ്ടുകളൊക്കെ കുറക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇത് ഒരു പ്രൈവറ്റ് സെക്ഷനിലാകുന്ന സമയത്ത് ഫീ സ്വാഭാവികമായിട്ടും വർദ്ധിക്കുമല്ലോ, ആലോചിച്ചാൽ മതി. അങ്ങനെ ഫീ വർദ്ധിച്ച സമയത്ത് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ലാർജ് സെക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം ആളുകൾക്കും അവരുടെ അക്കാദമികമായിട്ടുള്ള ലക്ഷ്യങ്ങളെ കാര്യമായിട്ട് ബാധിച്ചു. പ്രത്യേകിച്ച് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കാര്യമായിട്ട് സാമ്പത്തിക സോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ താഴ്ന്നതായിട്ടുള്ള ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഓക്കെ. അതോടൊപ്പം തന്നെ എലൈറ്റ് എന്നൊരു വിഭാഗമുണ്ട്. എലൈറ്റ് എന്നാൽ വരേണ്യരായ ആളുകൾ അല്ലെങ്കിൽ ഉന്നതരായ ആളുകൾ. എഡ്യൂക്കേഷൻ ഫീൽഡ്, അതായത് വുമൺ സ്റ്റഡീസ് അടക്കമുള്ള എഡ്യൂക്കേഷൻ ഫീൽഡ് അത് എലൈറ്റിന് വേണ്ടി, വരേണ്യർക്ക് വേണ്ടി, ഉന്നതർക്ക് വേണ്ടി മാത്രം മാറ്റി നിർത്തപ്പെടേണ്ട ഒരവസ്ഥയും ഇതിനെ തുടർന്നുണ്ടായി. ഓക്കെ. അങ്ങനെ പ്ലാനിങ് കമ്മീഷനൊക്കെ പിരിച്ചുവിട്ടു. NITI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനം സ്ഥാപിച്ചു. അങ്ങനെ ടേക്ക് പ്രൈവറ്റ് ചാർജ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ എല്ലാ ചാർജുകളും ഈ ഒരു ഇതിൽ NITI എന്ന് പറയുന്നൊരു സ്വകാര്യ കമ്പനി അത് ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ UGCയുടെ ഭാഗത്തു നിന്നുള്ള ഫണ്ടുകൾ അതിനെ തുടർന്ന് കുറഞ്ഞു. അപ്പോൾ പ്രൈവറ്റൈസേഷനെ തുടർന്നുണ്ടായ പരിണിത ഫലങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഇനി 1990-കളിൽ വുമൺ സ്റ്റഡീസും വുമൺ മൂവ്മെൻറ്റും വളരെ പോസ്ഡ് സീരിയസ് ചലഞ്ചസ് ഇൻ കൺട്രി അല്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള ചലഞ്ചസ്, വെല്ലുവിളികളൊക്കെ പോസ്റ്റ് ചെയ്തു. പക്ഷേ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എൻ്റേർഡ് ടു ദി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോളിസീസ് ആൻഡ് ഐഡിയോളജീസ്. 90 കാലഘട്ടത്തിൽ തീവ്രമായിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയം നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രവേശിക്കുകയും അവർ പോളിസി മേക്ക് ചെയ്യുക, ഐഡിയോളജി മേക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. വലതുപക്ഷം എന്ന് പറയാൻ നമുക്കറിയാം, സമൂഹത്തിൽ വരേണ്യരായ ഉന്നത കുലജാതികരായ ആളുകൾക്കാണ് വലതുപക്ഷം എന്നറിയാം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ, അധസ്ഥിതർ, അവരാണ് ഇടതുപക്ഷം. അപ്പോൾ ഈ വലതുപക്ഷവൽക്കരണം ഭയങ്കരമായിട്ട് നടന്നു ഒരു കാലഘട്ടമായിരുന്നു 1990-കൾ. അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടായത് എന്താ വെച്ചാൽ നോൺ സെക്കുലർ എലമെൻറ്റ്സ് അല്ലേ, ഒരിക്കലും മതേതരത്വ വിരുദ്ധമായിട്ടുള്ള എലമെൻസുകൾ അതായത് ഏതെങ്കിലും മതത്തെ മറ്റോ കേന്ദ്രമാക്കിയിട്ടുള്ള എലമെൻസുകൾ, ഘടകങ്ങളൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനിൽ വന്നു. സഫ്രോണൈസേഷൻ ഓഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് അതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അതോടൊപ്പം തന്നെ 1990-കളിലെ ബാബരി മസ്ജിദൊക്കെ തകർന്ന ഒരു സമയമാണ്, അറിയാലോ. അവരാണ് കാവ്യവൽക്കരണം ഉണ്ടായത് ഗവൺമെൻറ് ബോഡികളിലും അതോടൊപ്പം തന്നെ മറ്റ് റിസർച്ച് സ്ഥാപനങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കാവ്യവൽക്കരണം നടന്നൊരു കാലഘട്ടമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വുമൺ സ്റ്റഡീസിനെയും മറ്റ് ദളിത് സ്റ്റഡീസ് അടക്കമുള്ള പലതിനെയും ബാധിച്ചു. കൺസേൺ ടു വുമൺ സ്റ്റഡിമെൻറ്റ് ആൻഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് അല്ലേ, അതോടൊപ്പം തന്നെ ജാതി വിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, വുമൺ സ്റ്റഡീസ് ഇതിനൊക്കെ കാര്യമായിട്ട് ബാധിച്ചു. റൈറ്റ് ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത്, അതായത് വലതുപക്ഷ മൗലികവാദം, ഈ വലതുപക്ഷത്തെ ആശ്രയമാക്കിയിട്ടുള്ള ആശയങ്ങൾ, അതായത് പാട്രിയാർക്കിസം, അതോടൊപ്പം തന്നെ കാസ്റ്റിസം, പുരുഷ മേധാവിത്വ സമീപനങ്ങൾ, ജാതീയത അംഗീകരിക്കുന്ന അതാണ് ഇവിടെ റൈറ്റ് ഫണ്ടമെൻ്റലിസം എന്ന്. അതിൻ്റെ ഒരു എസൻസ്, റൈറ്റ് ഫണ്ടമെൻ്റലിസത്തിൻ്റെ എസൻസ് എന്തായിരുന്നു? പുരുഷ മേധാവിത്വമായിരുന്നു, ജാതീയത അംഗീകരിക്കുന്നതായിരുന്നു. അത് ടാർഗറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഈ ഒരു റൈറ്റ് ഫണ്ടമെൻ്റലിസം എന്താ ചെയ്തത്? സോഷ്യൽ ഗ്രൂപ്പുകളെ അവർ ടാർഗറ്റ് ചെയ്തു. ഉദാഹരണം ദലിത്, ആദിവാസി, ക്വയർ, അതോടൊപ്പം തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലേ, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, അത്തരം ടീമിനെ ഈ റൈറ്റ് ഫണ്ടമെൻ്റലിസം കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്തു, ലക്ഷ്യം വെച്ചു നടത്തും. ഓക്കെ. അതോടൊപ്പം തന്നെ വുമൺ സ്റ്റഡീസ് അല്ലെങ്കിൽ വുമൺ മൂവ്മെൻറ്റ്, സ്ത്രീ പ്രസ്ഥാനങ്ങളൊക്കെ
ഇതിനെ പിന്നെ കാര്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ അത് വുമൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ശിഥിലീകരണത്തിലേക്ക് നയിച്ചു. 90കളിൽ ഉണ്ടായ കാവ്യവൽക്കരണം, അതിനെ തുടർന്നുണ്ടായ പിന്നെ റൈറ്റ് ഫണ്ടമെൻ്റലിസം, അതായത് പുരുഷ മേധാവിത്വത്തെയും കാസ്റ്റ്സൊക്കെ പരിഗണിക്കുന്ന സാധനം, അതിന് ഫലപ്രദമായിട്ട് വുമൺ സ്റ്റഡീസിന് എന്താക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വുമൺ മൂവ്മെൻറ്റിന് എന്താക്കാൻ പറ്റില്ല, പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് അതിൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ വുമൺ സ്റ്റഡീസ് ഷുഡ് സ്ട്രെങ്തൻ സീരിയസ് എൻഗേജ് വിത്ത് സ്പെഷ്യാലിറ്റീസ്, അല്ലേ, വളരെ പിന്നെ പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ ആ അർത്ഥത്തിൽ പ്രത്യേകത പിന്നെ ആവശ്യമുള്ള ഒരു ടീമിൻ്റെ വിഷയത്തിൽ കാര്യമായിട്ട് സീരിയസ് എൻഗേജ് ചെയ്യണം വുമൺ സ്റ്റഡീസ് എന്നൊരാലോചന വന്നു. ഇപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസ്റ്റുകൾ, ക്ലാസ്സുകൾ, ജെൻഡർ ഇഷ്യൂസ് ഒക്കെ അനുഭവിക്കുന്ന എന്തുണ്ടാവും, അവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെ സീരിയസ് ആയിട്ട് വുമൺ സ്റ്റഡീസ് എൻഗേജ് ചെയ്യണമെന്ന ആലോചനയൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെങ്ത് ദി കണക്ഷൻ ബിറ്റ്വീൻ മൂവ്മെൻറ്റ് ടു കോമ്പാക്ട് ഫോഴ്സസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് അറ്റാക്ക് ഡിസൈറ്റിംഗ് വോയിസസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഫ്രീ എക്സ്പ്രഷൻ, അല്ലേ, അതായത് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വിമർശനാത്മകമായിട്ട് ആലോചിക്കുന്നതിനും ശബ്ദമുയർത്താനൊക്കെ ഉള്ള ഒരു അവകാശങ്ങളെ എല്ലാ അർത്ഥത്തിലും അറ്റാക്ക് ചെയ്യുന്ന പല സ്ട്രക്ചറുകളുണ്ടായിരുന്നു. ആ സ്ട്രക്ചറുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നത് പിന്നെ മനസ്സിലായില്ലേ, സ്ത്രീ മൂവ്മെൻറ്റിൻ്റെ, വുമൺ മൂവ്മെൻറ്റിൻ്റെ ഒരു നിർബന്ധ ബാധ്യതയായിരുന്നു എന്നർത്ഥം. അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. ഇനി പ്രീവലൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് വുമൺ സ്റ്റഡീസ്, വുമൺ സ്റ്റഡീസിൻ്റെ വ്യാപനം, അതിൻ്റെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ അതിൻ്റെ വളർച്ചക്കാണ് പറയുന്നത്. വുമൺ സ്റ്റഡീസ് എന്താണെന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി. നമ്മൾ ഒരുപാട് പറഞ്ഞതാണല്ലോ, വുമൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കേവലം സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമല്ല, മറിച്ച് അതിൽ എല്ലാ അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളും എന്നതാണ് ആദ്യം പറഞ്ഞത്. സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക സ്ഥാനങ്ങൾ, സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഓഫ് വുമൺ, സ്ത്രീകളുടെ സാമൂഹികമായിട്ടുള്ള സംഭാവനകൾ, റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ജെൻഡർ, പിന്നെ ജെൻഡറും അതോടൊപ്പം തന്നെ അധികാരവും തമ്മിലുള്ള ബന്ധം, ഇത്തരം സബ്ജക്റ്റുകളൊക്കെയാണ് വുമൺ സ്റ്റഡീസിൽ പഠിക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെയൊക്കെ ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രം. പ്രൊമോട്ട് അവയർനെസ് ഓഫ് വാല്യൂ ഓഫ് പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് സെക്സ്, അല്ലേ, വ്യക്തികളുടെ വാല്യൂസ്, മൂല്യങ്ങൾ എന്താ, അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക. വ്യക്തി എന്ന അർത്ഥത്തിലുള്ള മൂല്യങ്ങളാണ്, അവിടെ സെക്സ് ആണോ പെണ്ണോ എന്നത് പരിഗണിക്കാതെ വ്യക്തി എന്ന അർത്ഥത്തിലുള്ള മൂല്യങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. വുമൺ സ്റ്റഡീസ് എക്സാമിൻസ് ഓൾ സ്ഫിയർ ഓഫ് ലൈഫിലെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള സംഭവങ്ങളെയും വുമൺ സ്റ്റഡീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഉദാഹരണം ഹൗസ്, വീട്, ഫാമിലി, കുടുംബം, വർക്ക് പ്ലേസ്, അല്ലേ, ജോലി സ്ഥലങ്ങൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, മീഡിയ, ഫെമിനിസ്റ്റ്, സെക്സ്വൽ, കൾച്ചറൽ, എത്നിക് സ്റ്റഡീസ്, അല്ലേ, ലിംഗപരമായിട്ടുള്ള, സാംസ്കാരികവും വംശപരമായിട്ടുള്ള പഠനങ്ങൾ, ഇതൊക്കെ വുമൺ സ്റ്റഡീസിൻ്റെ ഒരു പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ള ഏരിയകളാണ്. ഓക്കെ. റിസർച്ച് ഇൻ ദിസ് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റ്സ് നാച്ചർ ഓഫ് ജെൻഡർ, അല്ലേ, ഈ ഫീൽഡിലുള്ള റിസർച്ചുകൾ കാര്യമായിട്ട് പരിഗണിക്കുന്നത്, വീട്ടിലാണ് കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാട്ടോ, അതായത് നാച്ചർ ഓഫ് ജെൻഡറിൻ്റെ നാച്ചർ എന്താണ്, പിന്നെ ഇൻഡിവിജ്വൽ ഹെൽത്തി റിലേറ്റഡ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് മോഡൽസ് ഓഫ് ഐഡൻറ്റിറ്റി, അല്ലേ, ഇൻഡിവിജ്വൽ ഹെൽത്ത് റിലേറ്റഡ് എക്സ്പെക്റ്റേഷൻസ്, അല്ലേ, പിന്നെ വുമൺ സ്റ്റഡീസിലെ റിസർച്ചുകളിൽ കാര്യമായിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന നാച്ചർ ഓഫ് ജെൻഡറിൻ്റെ നാച്ചർ, അതിൻ്റെ പ്രകൃതം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, പിന്നെ ഓരോ വ്യക്തികളെയും വളരെ ആരോഗ്യകരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത്, മോഡൽ ഓഫ് ഐഡൻറ്റിറ്റി, സ്വത്വം എന്നതിൻ്റെ മോഡലുകൾ, ഇതൊക്കെയാണ്. അതായത് സ്ത്രീ സ്വത്വം, ക്യൂർ ആക്ടിവിസത്തിൻ്റെ സ്വത്വം, ട്രാൻസിൻ്റെ സ്വത്വം, അങ്ങനെയുള്ള സ്വത്വങ്ങൾ, അതിൻ്റെ മോഡൽസുകളൊക്കെയാണ് ഇതിൽ റിസർച്ച് ചെയ്യുന്നത്. വുമൺ സ്റ്റഡീസ് എക്സ്പ്ലോർ ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമൺ
ജെൻഡർ റോൾ, ജെൻഡർ ഐഡൻറ്റിറ്റി, സെക്സ്വൽ ഓറിയൻറ്റേഷൻ, ഇൻ്റർസെക്ഷുവാലിറ്റി ഓഫ് റൈസ്, ക്ലാസ്, ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ വുമൺ സ്റ്റഡീസ് എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഏതാണ് ഇഷ്യൂസുകൾ, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്. ജെൻഡർ റോൾ, സ്ത്രീ പുരുഷമായിട്ടുള്ള അധിക ഉത്തരവാദിത്തങ്ങൾ, പിന്നെ ഐഡൻറ്റിറ്റി സ്വത്വം, പിന്നെ സെക്സ്വൽ ഓറിയൻറ്റേഷൻ എന്താണ് ആഭിമുഖ്യം. നമ്മൾ പറഞ്ഞ പുരുഷനോട് സ്ത്രീയോടൊക്കെ എങ്ങനെയാണ് ആഭിമുഖ്യമുള്ളത് അതിനനുസരിച്ച് അതിന് പരിഗണിക്കാം. പിന്നെ റൈസിൻ്റെയും ക്ലാസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വർഗീകരണം, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ വുമൺ സ്റ്റഡീസ് എന്താണ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വുമൺ സ്റ്റഡീസ് ഇൻ ഇന്ത്യ എമേർജ് സച്ച് ഡൈവേഴ്സ് ഫോഴ്സസ് ആസ് ദി വുമൺ ആൻഡ് ഡെമോക്രാറ്റിക് സ്ട്രഗിൾ. സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് ക്രിട്ടിക്കലി എക്സാമിൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ കൺട്രി, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾ, അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് സ്ട്രഗിൾ, പിന്നെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള സ്ട്രഗിൾ പിന്നെ പോരാട്ടങ്ങൾ, അതൊക്കെ എന്താണ് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് ക്രിട്ടിക്കലി എക്സാമിൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ദി കൺട്രി. അപ്പോൾ സ്ത്രീകളുടെ പിന്നെ വുമൻ്റെ പിന്നെ എന്താണ് സ്റ്റാറ്റസുകൾ സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് വുമൻ്റെ സ്റ്റാറ്റസുകളൊക്കെ പിന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദ പാസ്റ്റ് 3 decades saw the influence of the trend in academia, especially in social science and humanities. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളിൽ ഈ ഒരു ട്രെൻഡിൻ്റെ ഒരു സ്വാധീനം നമുക്ക് അക്കാഡമിക് ലെവലിൽ കാണാൻ സാധിക്കും. അതായത് സോഷ്യൽ സയൻസിലും പിന്നെ ഹ്യൂമാനിറ്റീസിലൊക്കെ സ്ത്രീ വിദ്യാഭ്യാസം കാര്യമായിട്ട് സ്ഥാനം പിടിച്ചു. ഓക്കെ, പിന്നെ വുമൺ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റിസർച്ചുകളൊക്കെ അവരൊക്കെ ഹൈലൈറ്റ് ചെയ്ത ഒരുപാട് ഇഷ്യൂകളുണ്ടായി. ആ ഇഷ്യൂകളെ സമൂഹം തിരിച്ചറിയാൻ തുടങ്ങി, രാഷ്ട്രം തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ ഫെമിനിസ്റ്റുകളും വുമൺ മൂവ്മെൻറ്റൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ ഉണ്ടെന്ന് നിരന്തരം ഹൈലൈറ്റ് ചെയ്തിരുന്നു. ആ ഹൈലൈറ്റുകളെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രം അംഗീകരിക്കാൻ തുടങ്ങി. എന്താണ് ബൈ ദി ഗ്രോത്ത് ഓഫ് വുമൺ സ്റ്റഡി, എങ്ങനെ ഉണ്ടായതെന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ആ റെക്കഗ്നൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വുമൺ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെൻറ്ററുകൾ വർദ്ധിച്ചു, ഒരുപാട് പ്രോഗ്രാമുകൾ, വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ വുമൺ സ്റ്റഡീസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസുകളെ അക്കാഡമിക് രംഗം ഏറ്റെടുത്ത ഒരുപാട് ഫംഗ്ഷനുകൾ, ഒരുപാട് സെൻറ്ററുകൾ അതിന് വേണ്ടിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ടുള്ള സെൻറ്ററുകളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, വുമൺ സ്റ്റഡീസ് അക്കാഡമിക് ഫീൽഡിൽ ഇൻ ഓർഡർ ടു പ്ലേസ് വുമൺസ് lives and experiences at the center of the study, to construct of gender, system of privilege and oppression, relation between power and gender, അല്ലേ? അപ്പോൾ അക്കാഡമിക് ഫീൽഡിൽ വുമൺ സ്റ്റഡീസ് കാര്യമായിട്ട് സ്ട്രെസ് ചെയ്തത് പ്ലേസ് ഓഫ് വുമൺ, സ്ത്രീകളുടെ സ്ഥാനം, അവരുടെ ജീവിതം, അവരുടെ അനുഭവങ്ങൾ, അല്ലേ? പിന്നെ ടു കൺസ്ട്രക്ട് ഓഫ് ജെൻഡർ, എങ്ങനെയാണ് ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ, എങ്ങനെയാണ് അതിനെ കൺസ്ട്രക്ട് ചെയ്യുക, അതിൻ്റെ നിർമ്മാണം. പിന്നെ പ്രിവിലേജ് എന്ന പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് നേരെ അതിൻ്റെ ഒപ്രഷൻ, അല്ലേ? അപ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ പേരിൽ മാത്രം ഒപ്രഷൻ പിന്നെ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു, ഒരു പുരുഷനായതിൻ്റെ പേരിൽ മാത്രം പ്രിവിലേജ് ലഭിക്കുന്നു. അപ്പോൾ പ്രിവിലേജിൻ്റെ ബേസ് എന്താണ്, ഒപ്രഷൻ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന സാധനങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ജെൻഡർ, അധികാരവും പിന്നെ സ്ത്രീ പുരുഷം എന്ന ആ ഒരു സ്വത്വവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന വിഷയങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചർച്ചയായി. പിന്നെ ഇൻട്രാക്ട് വിത്ത് സോഷ്യൽ ഐഡൻറ്റിറ്റീസ്, അല്ലേ? സോഷ്യൽ ഒരുപാട് സ്വത്വങ്ങൾ ഉണ്ടാവും, സാമൂഹിക സ്വത്വങ്ങൾ, ഉദാഹരണം റൈസ്, പിന്നെ വംശം, സെക്സ്വൽ ഓറിയൻറ്റേഷൻ. അത് ഇവരുടെ ഭാഗം ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സെക്സ്വൽ ഓറിയൻറ്റേഷൻ. ഇപ്പോൾ സ്ത്രീകളോട് താല്പര്യമുള്ള ആളാണെങ്കിൽ, പുരുഷനോട് താല്പര്യമുള്ള ആളാണെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികളുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ലൈംഗിക ആഭിമുഖ്യം എന്താണോ അതിനനുസരിച്ചൊരു സ്വത്വം വേണം എന്ന ഒരു ചിന്ത. സോഷ്യോ എക്കണോമിക് ക്ലാസ് ആൻഡ് ഡിസാബിലിറ്റീസിലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ക്ലാസ്, അവിടെ ഒരു സ്ഥാനം, അതിന് ഡിസാബിലിറ്റി, അവിടെ ഏതെങ്കിലും പിന്നെ വൈകല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന സംഭവങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ലുക്ക് അറ്റ് ദി വേരിയസ് ഫോം ഓഫ് ഒപ്രസൻറ്റ് വാട്ട് ഡൺ ടു അഡ്രസ് ദിസ് ഇഷ്യൂ, അല്ലേ? ഓക്കെ, പീഡനം അനുഭവിക്കുന്നവരുടെ ഒരുപാട് പ്രശ്നങ്ങളെ പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. ഓക്കെ, പിന്നെ ജെൻഡർ റിലേറ്റഡ് അബ്യൂസ്, പിന്നെ ജെൻഡറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷനുകൾ ചരിത്രത്തിലുടനീളം പിന്നെ
അറിവില്ലാത്തതിൻ്റെ പേരിൽ ചരിത്രത്തിലുടനീളം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വുമൺ സ്റ്റഡീസ് അഡ്രസ്സ് ചെയ്ത ഇഷ്യൂസുകളാണ്. പിന്നെ വുമൺ സ്റ്റഡീസിൻ്റെ എംപവർമെൻറ്റിലൂടെ ഉണ്ടായത് ടീനേജ് പ്രഗ്നൻസി, കൗമാര പ്രായഘട്ടത്തിൽ തന്നെ ഉണ്ടാവുന്ന ഗർഭധാരണം ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ ബുള്ളിയിങ്, ഒരു പരിധി വരെ അക്രമങ്ങളൊക്കെ. കോമ്പാക്ട് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, റൈപ്പ് കൾച്ചർ, ബലാത്സംഗ സംസ്കാരങ്ങൾ. അതോടൊപ്പം തന്നെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകൾ, ജെൻഡറൊക്കെ നമുക്ക് പറ്റാത്ത സാധനങ്ങളാട്ടോ, അർത്ഥത്തിൽ മനസ്സിലാക്കണം. അങ്ങനെ ഈ വീഡിയോ ആയതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം പറയാൻ കഴിയില്ലല്ലോ. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് പറഞ്ഞാൽ കേവലം പിന്നെ നമ്മളെ സെക്സ്വൽ ഓർഗൻ വെച്ചിട്ടാണ് ആണ് പെണ്ണ് തീരുമാനിക്കാനുള്ളതാണ്, അതാണ് അതിനുള്ള മാർഗം. പക്ഷേ ആ സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ മാറ്റണം എന്ന ചിന്താഗതിയൊക്കെ അതിനൊക്കെ കാര്യമായിട്ട് എംപവർ ചെയ്യാൻ, ശാക്തീകരിക്കാൻ വുമൺ സ്റ്റഡീസിന് സാധിച്ചു. ഓക്കെ. പിന്നെ ഓപ്പൺ ദി ഡോർ ടു ഇൻ്റർസെക്ഷനാലിറ്റി, പ്രിവിലേജ് ആൻഡ് ഒപ്രഷൻ. അല്ലേ, എന്താണ് പ്രിവിലേജ്, എന്താണ് ഒപ്രഷൻ? പിന്നെ പ്രിവിലേജ് എന്ന സ്ഥാനം ലഭിക്കാത്ത അവസ്ഥ, അതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ലഭിക്കുന്നത് എന്ന വിഷയങ്ങളൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്തു. റിക്വയർ ഓൾ സ്റ്റുഡൻറ്റ് ടു ലേൺ അബൌട്ട് ഹിസ്റ്ററി ഓഫ് വുമൺ. അപ്പോൾ പറയുകയാണെന്ത്, എല്ലാ വിദ്യാർത്ഥികളും ഇതിൻ്റെ ഏകദേശം ഒടുക്കത്തിലെത്തിക്കണം. ഇപ്പോൾ ഒരു ഉപദേശം പോലെ പറയുകയാണ്, എല്ലാ വിദ്യാർത്ഥികളും എന്താണ് പഠിക്കണം, എന്ത്, സമൂഹത്തിൽ സ്ത്രീയുടെ ചരിത്രപരമായിട്ട് അവളുടെ പിന്നെ പങ്കാളിത്തം, ജെൻഡർ റോൾ, സ്ത്രീ പുരുഷൻ എന്ന അർത്ഥത്തിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, മീഡിയ അവയർനെസ്, മാധ്യമ പിന്നെ അവബോധം, റൈപ്പ് കൾച്ചർ, ബലാത്സംഗ സംസ്കാരം, ബോഡി ഇമേജ്, ഹെൽത്ത് റിലേഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ദാറ്റ് ബെനിഫിറ്റ് ബോത്ത്. അല്ലേ, വളരെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ബന്ധം, അത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാവണം എന്ന വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു നടത്തും. എന്ന വിഷയങ്ങളൊക്കെ ഒരു വിദ്യാർത്ഥി അത്തരം വിഷയങ്ങളൊക്കെ കാര്യമായിട്ടുള്ള അവബോധം വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ. സ്റ്റാർട്ട് ടു ചേഞ്ച് അവർ കൾച്ചർ. അങ്ങനെ ഒരു അവബോധം ഉണ്ടായാൽ നമ്മുടെ സംസ്കാരത്തെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. അല്ലേ, ദാറ്റ് പുട്ട് മെൻ പൊസിഷൻ അവർ വുമൺ ആൻഡ് അതർ മൈനോറിറ്റീസ്. അല്ലേ, അതായത് നമ്മുടെ ഒരു സംസ്കാരം ഉണ്ട്. ഏതാണ് സംസ്കാരം? പുരുഷനെ സ്ത്രീയുടെ മേൽ, അല്ലെങ്കിൽ മറ്റു മൈനോറിറ്റിയുടെ മേൽ, ലൈംഗിക ന്യൂനപക്ഷമാണ് അവിടെ ഉദ്ദേശം, അവിടെ മേൽ പിന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു കൾച്ചറിനെ നമുക്ക് ഇല്ലാതാക്കണം. വുമൺ എന്ന് പറഞ്ഞാൽ കേവലം സെക്സ്വൽ ഒബ്ജക്റ്റ് അല്ല, ലൈംഗിക വസ്തുവല്ല, കേവലം ആണിൻ്റെ പിന്നെ സെക്സ്വൽ പ്ലഷറിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല. നമുക്കതിനോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റിയ സാധനം. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ബിൽഡ് ചെയ്യപ്പെടണം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പിന്നെ ചിൽഡ്രൻ അറ്റാക്കിങ് ദി ഇമേജ്, പ്രൊമോട്ടിങ് ദി ജെൻഡർ റോൾ, ആൻറ്റി ഗേ, ആൻറ്റി വുമൺ ടെർമിനോളജി. അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടാൽ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യും, പിന്നെ ആൻറ്റി ഗേ, ആൻറ്റി വുമൺ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ട് സ്ത്രീക്കെതിരെയുള്ള. അതോടൊപ്പം തന്നെ ഗേ അറിയില്ല, പുരുഷന്മാർക്ക് സ്ത്രീയോടൊക്കെയുള്ള അത്തരം പ്രവണതകൾക്കെതിരെ നിൽക്കുന്നവരുണ്ടാകും. അവരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ വളർന്നു വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സ്കൂളിലാവട്ടെ പിന്നെ വീട്ടിലാവട്ടെ, ദർ ഈസ് എ സ്ട്രോങ് മെസ്സേജ് വാട്ട് ഈസ് അക്സെപ്റ്റബിൾ ബിഹേവിയർ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഇവർ രണ്ടു പേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ബിഹേവിയർ എന്താണ് എന്ന് അതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവിക കരിക്കുലർ റിക്വയർ വുമൺ സ്റ്റഡീസ് ഷുഡ് ഇൻക്ലൂഡ് ജെൻഡർ എത്നിക് റോൾ. അല്ലേ, അപ്പോൾ കരിക്കുലത്തിലൊക്കെ എന്ത് വേണം, അതോടൊപ്പം ഉണ്ടായിരിക്കേണ്ട സംഭവങ്ങൾ പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷൻ, പിന്നെ അവിടെ ഐഡൻറ്റിറ്റികൾ, സ്വത്വങ്ങളെക്കുറിച്ച്, അവിടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ ഉൾക്കൊള്ളുന്ന വുമൺ സ്റ്റഡീസാണ് ആവശ്യം നമ്മൾ കരിക്കുലത്തിലൊക്കെ. അതോടൊപ്പം തന്നെ റൈസ്, ക്ലാസ്, ഏജ്, സെക്സ്വൽ ഓറിയൻറ്റേഷൻ, ലൈംഗികാഭിമുഖ്യം, പിന്നെ പ്രായം, അതുമായി ബന്ധപ്പെട്ട അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണ് നമ്മളുടെ എന്തിലുണ്ടാവേണ്ടത്, നമ്മളുടെ പിന്നെ കരിക്കുലത്തിൽ ഉണ്ടാവേണ്ടത് ആണ്. പിന്നെ മറ്റ് കാറ്റഗറീസ്, അതോടൊപ്പം തന്നെ നമ്മൾ റൈസ് ഒക്കെ പറഞ്ഞില്ലേ, അതോടൊപ്പം തന്നെ ഒരുപാട് കാറ്റഗറീസുകൾ. പ്രിവിലേജ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിവിലേജ് ഓപ്പറേഷനൊക്കെ ഉണ്ടാവുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും കരിക്കുലത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ ചരിത്രം, പിന്നെ സാമൂഹിക ലിറ്ററസി, സാമൂഹികമായിട്ടുള്ള സാക്ഷരത, സോഷ്യൽ ലിറ്ററസി, അത്തരം വിഷയങ്ങളൊക്കെ പിന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കരിക്കുലറാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്
പിന്നെ സ്റ്റുഡൻസ് തിങ്ക് ക്രിട്ടിക്കലി അബൌട്ട് ജെൻഡർ ഡിഫൈൻഡ്, ഹൗ ജെൻഡർ ഡിഫൈൻഡ് അല്ലേ, എങ്ങനെയാണ് ജെൻഡർ പുരുഷനാണ് സ്ത്രീയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെ ആൾക്കാർ, അത് കേവലം സെക്സ്വൽ ഓർഗൻ വെച്ചിട്ടാവുന്ന എന്താക്കാൻ പാടില്ല, തീരുമാനിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വളരെ ബ്ലണ്ടറായിട്ടുള്ള വാദങ്ങളാണ് കേട്ടോ. ജെൻഡർ റോൾ പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒളിമ്പിക്സിൽ ഒരു പുരുഷൻ, അതായത് സ്ത്രീ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 2 ഇടി അടിച്ചു. ബോക്സിംഗ് ആണ്. അതിൽ പുരുഷൻ എന്ത് ചെയ്തു, ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇത് മതിയെന്ന് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി ആണ് ഉണ്ടായത്. അതുകൊണ്ടല്ല, അതായത് ഓരോരുത്തർക്ക് എന്താണ് തോന്നുന്നത്, സ്ത്രീക്ക് പുരുഷന് സ്ത്രീയാന്ന് തോന്നാൽ മെഡൽ കിട്ടണമെങ്കിൽ പുരുഷൻ എന്ത് തോന്നിയാൽ മതി, സ്ത്രീയാന്ന് തോന്നിയാൽ മതി. ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിത് പറയുന്നത് പിന്നെ സ്ത്രീ പിന്നെ പുരുഷനായിരിക്കട്ടെ സ്ത്രീ ആയിരിക്കട്ടെ അവർക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാവും. അത് ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. അതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് പിന്നെ രൂപപ്പെടാൻ പാടില്ല. ഒരു സ്വത്വം ഞങ്ങളിങ്ങനെ ഇതുള്ള ആൾക്കാരെന്ന് സ്വത്വം രൂപപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ വിഷയത്തിലുള്ള ഒരു ആകത്തുക. വിശാലമായിട്ട് പിന്നെ വേണം പറയാം. ഓക്കെ. പിന്നെ ആഫ്റ്റർ റിയലൈസേഷൻ ഓഫ് ദിസ് ഫാക്ട് വുമൺ ക്യാൻ മൂവ് ഫോർവേഡ് ടു അഷ്യൂർ ഈക്വാലിറ്റി. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം സ്ത്രീ സമൂഹത്തിനുണ്ടെങ്കിൽ അവർക്ക് ഈക്വാലിറ്റി സമത്വം ഉണ്ടാവുക, സമത്വത്തിന് വേണ്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ സാഹചര്യം ഒരുങ്ങി വന്നാൽ സമത്വത്തിന് വേണ്ടി സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ആൻഡ് സീരിയസ് സ്റ്റഡി ഇഷ്യൂസ് ഫേസിങ് ബൈ മെൻ ആൻഡ് വുമൺ, അല്ലെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, രണ്ടുപേരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള പഠനങ്ങൾ അവർക്ക് നടത്താൻ കഴിയും, അല്ലേ. ഓക്കെ. ആൻഡ് അപ്ലൈ ദെയർ നോളജ് ടു റിയൽ പ്രോബ്ലം, യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അവരുടെ നോളജ്, അവിടെ പിന്നെ വിദ്യാഭ്യാസത്തെ തിരിക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ നമ്മുടെ കരിക്കുലർ അവസാനം പറയുന്നത്, നമ്മുടെ കരിക്കുലർ ഷുഡ് കവർ, നമ്മുടെ കരിക്കുലം കാര്യമായിട്ട് കവർ ചെയ്യേണ്ടത് പബ്ലിക് സ്പേസസ് ആണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഡ്രസ്, അല്ലേ, പൊതുയിടം പുരുഷൻ്റേത് മാത്രമല്ല, അത് സ്ത്രീയും കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഡ്രസ്സ് എന്നുള്ള സ്ത്രീക്കൊരു ഡ്രസ്സ്, പുരുഷന് ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മളെ മന്ത്രി അവസാനം പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി ചിന്താനങ്ങളൊക്കെ വന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച സാധനങ്ങളാണ്. സ്ത്രീക്കൊരു വസ്ത്രം, പുരുഷന് വസ്ത്രം, വസ്ത്രമൊന്നുമില്ല, ആറ്റിറ്റ്യൂഡ് മാറണം എന്നാണ് പറയുന്നത്. ബ്ലണ്ടറുകളാണ്. ത്രെട്ട് ഓഫ് സെക്സ്വൽ വയലൻസ്, അല്ലേ, പിന്നെ ലൈംഗിക പീഡനങ്ങളൊക്കെ അനുഭവിക്കും, അതിൻ്റെ ഭീഷണി ആ ഫീൽഡ് നമ്മൾ കവർ ചെയ്യണം. പിന്നെ ഓൺലൈൻ ഹറാസ്മെൻറ്റുകൾ കവർ ചെയ്യണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അല്ലേ, തുല്യ ജോലിക്ക് തുല്യ വേതനം. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ്, ജീവിതം അതോടൊപ്പം തന്നെ ജോലി, അത് തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾ ആരൊക്കെയാണ് നേരിടുന്നത്. പിന്നെ അൺകോൺഷ്യസ് ബയാസ്, ഏതോ അർത്ഥത്തിലുള്ള ഒരു ബയാസ്, സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെയാണ്, പുരുഷനാണെങ്കിൽ ഇങ്ങനെയാണ് എന്നൊരു അൺകോൺഷ്യസ് ഉള്ള, അതായത് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാവണം. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യല്ല, നമ്മുടെ ബോധ മനസ്സോട് ചെയ്യല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രവണതകൾ, ആ പ്രവണതകളൊക്കെ നമ്മളുടെ കരിക്കുലം കാര്യമായിട്ട് കവർ ചെയ്യണം എന്നാണ് അവസാനം പറയുന്നത്. പക്ഷേ അത് ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ അവസാനിച്ചു. ഇനി വളരെ സിമ്പിളായിട്ടുള്ള സെക്സ്, പിന്നെ പുരുഷൻ സ്ത്രീ അവിടെ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.